നമസ്കാരം. നമസ്തേ. ഇപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്താ പറയുക, വീണ്ടും ചെറിയ തരത്തിലുള്ള വെടിനിർത്തലുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇന്നലെ വീണ്ടും അമേരിക്ക ഇറാനിൽ കൊണ്ടുപോയി ബോംബിട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക എക്കാലത്തും ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുത്ത ഒരു ഒരു സെക്യൂരിറ്റി എന്നുള്ള നിലക്ക് അവർ കൊടുത്തിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അവരുടെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കുന്ന തരത്തിൽ. പക്ഷേ ഈ ഇറാൻ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പം അമേരിക്ക ഇറാൻ നേരിട്ട് അമേരിക്ക ആക്രമിക്കുന്നില്ല, പകരം ആക്രമിക്കുന്നത് മൊത്തം മറ്റ് അറേബ്യൻ രാജ്യങ്ങളാണ്. സൗദി അടക്കം, ദുബായ് അടക്കം, ഖത്തർ അടക്കം പല രാജ്യങ്ങളെ അവർ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അമേരിക്ക ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി കൊടുക്കുന്നു പറഞ്ഞിട്ടും ഇതെല്ലാം പൊളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, എല്ലാ വാഗ്ദാനങ്ങളും ലംഘിക്കുന്ന ഒരു രീതിയിലല്ലേ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സൗദി മറ്റ് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടോ? വെസ്റ്റ് ഏഷ്യ മുതൽ GCC വരെ നീണ്ടുകിടക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നതിന്റെ പിന്നിലെ ലോജിക് എന്ന് പറയുന്നത്, ഈ അമേരിക്കയുടെ സൈനിക താവളം ഏതൊരു രാജ്യത്തിലാണോ ആ രാജ്യത്തിന് പൂർണ്ണ സുരക്ഷ അമേരിക്ക ഉറപ്പുവരുത്തും എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഈ ഏഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അവരുടെ എയർബേസ്. അതുപോലെ ബഹ്റൈനിലാണ് അമേരിക്കയുടെ നാവികപ്പടയുടെ ബേസ്. അതുപോലെ വെസ്റ്റ് ഏഷ്യയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ ജോർഡാനിലായിരുന്നു. സൗദിയിലും അബുദാബിയിലും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ സേനയുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും അമേരിക്കയുടെ താഡിനോ പേട്രിയോട്ടോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇറാന്റെ മിസൈലുകളിൽ നിന്നും അബുദാബിയെയോ ദുബൈയോ അതുപോലെ ഖത്തറിനെയോ മനാമയോ ഒന്നും സംരക്ഷിക്കാൻ പറ്റിയില്ല. ഇതൊരു ദയനീയമായ ഒരു തിരിച്ചറിവാണ് അമേരിക്കയെ സംബന്ധിച്ച്. കാരണം ഇത് ഗൾഫിനെ സംബന്ധിച്ച് ഇനി അമേരിക്കയുമായിട്ടുള്ള ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഗൾഫിന് എന്താണ് നേട്ടം? ആകെ നേട്ടമുള്ളത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയ്ക്ക് ഒരു ഫോർവേഡ് ബേസ് ഉണ്ട്. കാരണം അവരുടെ രാജ്യത്തിൽ നിന്നും വിട്ട് മുന്നണിയിൽ, യുദ്ധമുന്നണികളിൽ അവർക്കൊരു ബേസ് ഉണ്ട്. അല്ലാതെ ഈ ഗൾഫിന് എന്താണ് ഇതുകൊണ്ട് മെച്ചം? അമേരിക്കയുടെ സൈനികരെ ഗൾഫിൽ സൂക്ഷിക്കുന്നതിന് ഗൾഫിന് അമേരിക്ക പൈസയൊന്നും കൊടുക്കുന്നില്ല. പലപ്പോഴും ഗൾഫ് അമേരിക്കയ്ക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ സൈനികരും അമേരിക്കയുടെ വിമാനങ്ങളും ഒന്നും തന്നെ ഒരു പ്രയോജനവും ഗൾഫിന്റെ സെക്യൂരിറ്റിക്ക് കൊടുത്തിട്ടില്ല. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞു, ഗൾഫ് രാജ്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്ന കാര്യം ഗൾഫ് ഇനിയെങ്കിലും തിരിച്ചറിയണം. അമേരിക്കയുടെ സാന്നിധ്യം ഗൾഫിന് യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി നൽകുന്നില്ലെന്ന് മാത്രമല്ല, അത് ഒരുപാട് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുകയാണ്. കാരണം അമേരിക്കയുടെ താവളം ഉണ്ട് എന്നുള്ള ഒരേ ഒരു കാരണത്തിൽ ആണ് ഇറാൻ ഗൾഫിലെ പല രാജ്യങ്ങളെയും ആക്രമിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയുടെ ഒരു വിശ്വാസ്യത ഇന്ന് കൃത്യമായി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിന് യുക്തിസഹമായ വിശ്വാസയോഗ്യമായ ഒരു മറുപടി നൽകാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നുമില്ല. എന്താണ് മിഡിൽ ഈസ്റ്റിന് അമേരിക്കയുടെ സാന്നിധ്യം കൊണ്ടുള്ള മെച്ചം? മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ബേസുകൾ നിലനിൽക്കുന്നതോടെ അവിടെ സമാധാനം വരുമോ? ഒരിക്കലും വരില്ലെന്ന് മാത്രമല്ല, അവിടെ വരുന്നത് യുദ്ധമാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇത് ഭാവിയിൽ അമേരിക്കയോട് നിങ്ങളുടെ ഈ താവളങ്ങൾ പൂട്ടിക്കെട്ടി നിങ്ങൾ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുമോ? അങ്ങനെ ആവശ്യപ്പെടാനുള്ള സൈനിക ശേഷി അവർക്കുണ്ടോ? അമേരിക്ക പോകുന്നില്ലെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? വല്ലാത്ത ഒരു ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ്. ഇതിൽ ശരിക്കും ഇറാൻ യുദ്ധം ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതുപോലുള്ള പരോക്ഷമായ തിരിച്ചടികളും പരോക്ഷമായ നഷ്ടങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് ഈ യുദ്ധം നൽകുന്നത്. ഒന്നുകിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയണമായിരുന്നു. അത് കഴിഞ്ഞില്ല. ഈ യുദ്ധത്തിന് മുമ്പ് എല്ലാ കപ്പലുകൾക്കും നിർബാധം സഞ്ചരിക്കാമായിരുന്ന ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ആ ഒരു സ്ഥിതി മാറിയിട്ട് ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയും ഇറാന് അവിടുന്ന് ചുങ്കം പിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അല്ലെങ്കിൽ ഇറാന്റെ ഒരു അനുവാദമില്ലാതെ അതുവഴി എണ്ണ ടാങ്കറുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ചരക്ക് കപ്പലുകൾക്കോ ഒന്നും അതുവഴി നീങ്ങാൻ സാധിക്കില്ല.
ഇത് മാത്രമല്ല അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ആകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE തീരുമാനിച്ചിരിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ അല്ലാതെ തന്നെ എണ്ണ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി അവരൊരു പൈപ്പ് ലൈൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണം 6 മാസം കൊണ്ട് പൂർത്തിയാകും. സൗദിയെ സംബന്ധിച്ചാണെങ്കിലും സൗദി ഇപ്പോൾ മറ്റു ചെങ്കടലുമായിട്ടൊക്കെ സൗദിക്ക് അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെയൊക്കെ അതുവഴിയൊക്കെയുള്ള വ്യാപാരത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റ് റൂട്ടുകൾ തയ്യാറാക്കപ്പെടും. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് പണ്ടുണ്ടായിരുന്ന പ്രാധാന്യം അതിന് നഷ്ടപ്പെടും. പിന്നെ ഹോർമൂസിലൂടെ ഉണ്ടായിരുന്ന സ്വതന്ത്ര ഗതാഗതം ഇനി ഇല്ലാതാകും. നിത്യമായിട്ട് അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒന്നുകൂടി വർദ്ധിക്കും. അവർ തമ്മിൽ പണ്ടേ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടി പല തരത്തിൽ പല ഡയമെൻഷനിലേക്ക് അത് വർദ്ധിക്കാൻ പോകും. ഇതിൻ്റെ ഒക്കെ പ്രതിഫലനം മറ്റു രീതിയിലും ഉണ്ടാകും. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി ഇസ്രായേല് തന്നെ അമേരിക്കയുടെ ഒരു കരുത്തിനെ ഇസ്രായേൽ തന്നെ ഇനി സംശയിക്കാൻ തുടങ്ങും. കാരണം അമേരിക്കയ്ക്ക് ഇസ്രായേൽ ചെയ്യുന്ന അത്ര പ്രിസിഷനോട് കൂടി പോലും കാര്യങ്ങൾ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അമേരിക്കയുടെ 40 വിമാനങ്ങളാണ് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത്. 40 വിമാനങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ വിമാനം മാത്രമല്ല, അതുകൂടെ പിന്നെ പ്രൊഡേറ്റർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആകാശയാനങ്ങളെന്ന് എന്തോ വേണമെങ്കിൽ നമുക്ക് പൊതുവെ നമുക്ക് പറയാം. ഡ്രോണുകളും വിമാനങ്ങളും, അതിൽ യുദ്ധവിമാനങ്ങളുണ്ട്, അതിൽ ട്രാൻസ്പോർട്ടേഷൻ വിമാനങ്ങളുണ്ട്, റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകളുണ്ട്. ഇങ്ങനെ 40ഓളം ആകാശയാനങ്ങൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. ഈ യുദ്ധത്തിന്റെ ഫലം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു യുദ്ധം നൽകുന്ന മറ്റൊരു തിരിച്ചറിവ്, ആകാശത്തിലെ മേൽക്കോയ്മ, എയർ സുപ്പീരിയോറിറ്റി കൊണ്ട് മാത്രം ഒരു കാര്യവും ഇന്നത്തെ ലോകത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല. പണ്ടൊക്കെ, അതായത് യുദ്ധത്തിന്റെ മാറുന്ന ഒരു നേച്ചറാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഡ്രോണുകളും മിസൈലുകളും, പ്രത്യേകിച്ച് ക്രൂയിസ് മിസൈലുകളും യുദ്ധമേഖലയിൽ വലിയ ജയപരാജയങ്ങളെ നിർണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായിട്ട് മാറും. ആധുനിക വിമാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ. ഇറാന് ഒരു ശത്രു ഇറാന്റെ എയർ സ്പേസ് വയലേറ്റ് ചെയ്താൽ ഇറാന്റെ ഒരു വിമാനം പറന്നു പൊങ്ങിയിട്ട് അതിനെ എയർ ടു എയർ മിസൈലുകൾ അതിന് നേരെ അയച്ച് അതിനെ തകർക്കാനുള്ള ശേഷി ഇറാനില്ല. ഇറാന്റെ കയ്യിൽ എയർ ടു എയർ മിസൈലുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇറാന്റെ കൈവശമുള്ള വിമാനങ്ങൾ MiG-25 ഏറ്റവും പുതിയത്. അത് തന്നെ റഷ്യയൊക്കെ കണ്ടം ചെയ്ത വിമാനമാണ്. പിന്നീടുള്ളത് അമേരിക്കയുടെ F-4 ഫാൻറ്റം എന്ന് പറയുന്ന വിമാനമാണ്. ആ വിമാനം ചിലത് പാകിസ്ഥാനിൽ ഒളിപ്പിച്ചിരിക്കുന്നു. എന്തോ ചോദിക്കാൻ വന്ന പോലെ തോന്നി. അല്ല, ഞാനിപ്പോൾ ആലോചിച്ചതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്ക ഈ അറേബ്യൻ രാജ്യങ്ങൾക്കെല്ലാം സെക്യൂരിറ്റി കൊടുക്കുന്നുള്ള ഒരു സാധനങ്ങളായിട്ടാണ് ഇപ്പം എല്ലാ അറേബ്യൻ രാജ്യങ്ങളും ഇതുമായിട്ട് മുമ്പോട്ട് വന്നിരുന്നത്. ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ കൊണ്ട് ഉപകാരം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരിനി എങ്ങോട്ട് തിരിയും? ചൈനയുടെ ഭാഗത്തോട്ടോ അതോ റഷ്യയുടെ ഭാഗത്തോട്ടോ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ രണ്ട് രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം ചൈനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് വ്യാപാരവുമായിട്ടുള്ള ബന്ധത്തിൽ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഫ്യൂവൽ ഇമ്പോർട്ടറാണ്, ഓയിൽ ഇമ്പോർട്ടറാണ് ചൈന. ചൈന സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ പിന്നെ മിഡിൽ ഈസ്റ്റിന് വലിയ താല്പര്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ മറ്റൊരു പ്രതിസന്ധി, ചൈനയുടെ ആയുധങ്ങൾ ഇതുവരെയും അതിനൊരു റിയൽ യുദ്ധത്തിൽ ചൈനയുടെ ആയുധങ്ങൾ കൊണ്ട് ആരും യുദ്ധം ജയിച്ചതായിട്ട് ലോകത്തിൽ ഒരു വാർത്തകളിലും ഇല്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ അവരുടെ HQ-19 മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ കാളിലും തീർച്ചയായിട്ടും ഗൾഫ് പ്രിഫർ ചെയ്യുന്നത് അമേരിക്കയുടെയും റഷ്യയുടെയും ആയുധങ്ങൾ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈന ആയുധങ്ങളുടെ കാര്യത്തിൽ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ചൈന ഒരു വലിയ പിന്നെ വിശ്വാസ്യത അവർക്ക് നേടിയെടുക്കണം. ഒരു വലിയ യുദ്ധത്തിൽ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ജയിച്ചാൽ മാത്രമേ അവർക്ക് അക്കാര്യത്തിൽ മേൽക്കൈ ഉണ്ടാകും. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെ പിന്നെ അവർക്ക് നേടിയെടുക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഒരു ഭാഗം. ഇനി മറുഭാഗത്ത് പക്ഷെ അവരുടെ പ്രസക്തി, അവരുടെ ധനശേഷിയും അവരുടെ ഉൽപാദന, അതായത് ഒരു മാനുഫാക്ചറിങ് പവർ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ബന്ധം കൂടുതൽ മിഡിൽ ഈസ്റ്റ് ശക്തിപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആയുധങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയെ പെട്ടെന്ന് ഗൾഫിന് തള്ളി പറയാൻ പറ്റില്ല. കാരണം ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളുടെ കൈവശം ഇരിക്കുന്ന എല്ലാ ആയുധങ്ങളും അമേരിക്കൻ ആയുധങ്ങളാണ്.
ഇത് ബില്യൺ, അതായത് നൂറുകണക്കിന് കോടി ഡോളർ മുടക്കി വാങ്ങിച്ച ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ ഒറ്റയടിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഈ ആയുധങ്ങളുടെ മെയിൻ്റനൻസ് ഉണ്ട്. മെയിൻ്റനൻസ് റിപ്പയർ, MRO എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോളിംഗ് സെന്ററുകൾ വലിയ രീതിയിൽ അത് ഗൾഫിലുണ്ട്. അതുപോലെ ഈ വിമാനങ്ങളുടെ ഒരു ഇക്കോസിസ്റ്റം, അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൾഫിന്റെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെ കൈവശവും F-16 ഉണ്ട്. F-16 ബ്ലോക്ക് D എന്ന് പറയുന്ന ഏറ്റവും ആധുനിക അവരുടെ വെർഷൻ. അതുപോലെ F-15 ഉണ്ട്. പിന്നെ മിസൈൽ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗൾഫ് ഒരുപക്ഷെ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഡോളറിൽ നടക്കുന്ന ഈ എണ്ണ കച്ചവടം പതുക്കെ യുവാനിലോട്ടും മറ്റ് കറൻസികളിലോട്ടും ഗൾഫ് മാറ്റും. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ആയുധങ്ങൾ വാങ്ങുന്നതിൽ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന ഗൾഫ് അതിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തി റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും, അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനം. എന്തിന് UAE ഇന്ത്യയുമായിട്ട് പോലും ബ്രഹ്മോസ് മിസൈൽ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ അവര് പിന്നെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങും. അത് കാമിക്കാസെ ഡ്രോണുകൾ അല്ല, അതായത് ലോയിറ്ററിങ് മ്യൂണീഷൻ എന്ന് പറയുന്നത്, സ്വാമിങ് ഡ്രോണുകൾ, ഈ രണ്ട് തരത്തിലുള്ള ഡ്രോണുകൾ പല രാജ്യങ്ങളിൽ നിന്നും അവർ സോഴ്സ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു അമേരിക്കയുടെ ഉള്ള ഒരു ഏക രാജ്യം, ആയുധങ്ങൾ വാങ്ങിക്കാനുള്ള ഏക രാജ്യം എന്നുള്ള സോഴ്സ് അമേരിക്കയ്ക്ക് സ്ഥാനം നഷ്ടപ്പെടും. പക്ഷെ ഒറ്റയടിക്ക് അമേരിക്കയെ അവർക്ക് നിർത്താനും പറ്റില്ല. ഇനി ഒരു 50 കൊല്ലമെങ്കിലും ഈ ആശ്രിതത്വം തുടരാനുള്ള രീതികൾ അമേരിക്ക അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ എണ്ണ കച്ചവടം ഈ ഡോളറിൽ നിന്നും പതുക്കെ മറ്റ് കറൻസികളിലേക്ക് മാറ്റുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അടുത്തത്, അമേരിക്കയുടെ താവളങ്ങളിലെ പ്രതിരോധ സേനയുടെ എണ്ണം കുറയ്ക്കാൻ അവർ പറയും. അവർക്ക് ചില കാര്യത്തിൽ അമേരിക്ക അവർ പിന്തുണയ്ക്കാതാവും. അങ്ങനെ പതുക്കെ അമേരിക്കയോടൊപ്പം തന്നെ മറ്റ് ശക്തികളും ഗൾഫിൽ, റഷ്യയും ചൈനയും ഉൾപ്പെടെ, ഇപ്പം UAE സംബന്ധിച്ച് UAE ഇന്ത്യയുമായിട്ട് വലിയ ബന്ധത്തിലാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ UAE വ്യാപാരം ഒരു വാർഷിക വ്യാപാരം $130 ബില്യൺ അടുത്തുണ്ട്. അപ്പോ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട് ഇന്ത്യയായിട്ട് UAEക്ക്. അത് ഇങ്ങനെയുള്ള വ്യാപാര ബന്ധങ്ങളും ആയുധ ബന്ധങ്ങളും ഒക്കെ തന്നെ മറ്റ് രാജ്യങ്ങൾ, നിരവധി രാജ്യങ്ങൾക്കായിട്ട് അത്തരം കോൺട്രാക്റ്റുകൾ കിട്ടുന്ന അവസ്ഥയിലേക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഒരൊറ്റ ശക്തി എന്നുള്ള നിലയിൽ ഇനി മിഡിൽ ഈസ്റ്റിന് അമേരിക്കയ്ക്ക് സ്ഥാനമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതിന് യുക്തിപൂർവമായ ഒരു മറുപടി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതല്ലെങ്കിൽ അവസാന നിമിഷം ഇറാനിൽ എന്തെങ്കിലും അത്ഭുതം നടത്തി വീണ്ടും ഗൾഫിന്റെ വിശ്വാസ്യത അമേരിക്ക തിരിച്ചു പിടിക്കേണ്ടി വരും. അമേരിക്ക ഒരു വല്ലാത്ത കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഇതിൽ നിന്ന് തലയൂരി പോകാൻ അത്ര എളുപ്പമല്ല. വരും ദിവസങ്ങളിൽ എന്തായാലും കൂടുതൽ ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്, ഏത് രീതിയിലായിരിക്കാം ഇത് അവസാനിക്കാൻ പോകുന്നത്, ഇതായിരിക്കും ഭാവിയിൽ മിഡിൽ ഈസ്റ്റും US-ഉമായിട്ടുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. നമ്മുടെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് വീണ്ടും നമുക്ക് അതിൻ്റെ വിശകലനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം.